ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തിയിട്ടോ. ഇനി ഞങ്ങൾ ആലപ്പുഴയിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്, ഒരു വൺ ഡേ ട്രിപ്പ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് അവിടെ ചെക്ക് ഇൻ ചെയ്യേണ്ടത് ഒരു 12 മണി ആ ടൈമിലാട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയതാണ്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ പൂര സീസൺ ആയതുകൊണ്ടാണ് തോന്നുന്നു കുറേ ആനകളെ കണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയിലെത്തി. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തൊരു ഒരു അമ്പലമുണ്ട്, അവിടുത്തെ പൂരമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷനിൽ എത്തിയിട്ടോ. ഞങ്ങൾ വൺ ഡേ ബോട്ടിങ്ങിൻ്റെ പാക്കേജാണ് എടുത്തിട്ടുള്ളത്. ഗോകുലം ശബരി പറഞ്ഞിട്ട് ട്രാവൽസ് നാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങൾ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ പോകുന്ന ബോട്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുക. നാളെ 10 മണി വരെയാണ് കേട്ടോ നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ വലിയൊരു ഹാളാണ്. പിന്നെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി കൊടുക്കണം. അങ്ങനെ അതൊക്കെ എഴുതി കൊടുത്തു. ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ആയിട്ട് വന്നു. ഇതാണ് ബോട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇപ്പോൾ ബോട്ട് നിർത്തിയിട്ടിരിക്കുകയാണ്. 12 മണിയാകുമ്പോൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യും. ഇതിൽ വലിയൊരു ഹാള് വരുന്നുണ്ട്. പിന്നെ നമ്മൾ 4 പേരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 റൂമുള്ള ബോട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ റൂമിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ട് നല്ലൊരു റൂമായിരുന്നു. ഇവിടെ 11 റൂംസ് വരെ അവൈലബിൾ ആയിട്ടുള്ള ബോട്ടുകളുണ്ട്. ഇതാണ് സെക്കൻഡ് റൂം. രണ്ടും സെയിം മോഡലായിട്ടുള്ള റൂംസാണ്. പിന്നെ നേരെ ചെന്നിട്ടുണ്ടെങ്കിൽ കിച്ചണാണ്. ഇവിടെ 3 സ്റ്റാഫാണ് നമുക്ക് ഉണ്ടാവുക. അങ്ങനെ ലഞ്ച് കഴിക്കാനുള്ള ടൈമായി. നമുക്കിവിടെ ലഞ്ചും ഡിന്നറും പിന്നെ നെക്സ്റ്റ് ഡേയിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല നാടൻ രീതിയിലുള്ള ഫുഡായിരുന്നു കേട്ടോ. മീൻകറി, മോരുകറി, പിന്നെ 2 ഉപ്പേരികൾ, അച്ചാർ, ചോറ്, പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് കരിമീൻ വറുത്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. ഈവനിങ് ആയപ്പോൾ നമുക്ക് കോഫിയും പഴംപൊരിയൊക്കെയാണ് തന്നത്. നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ഫിഷിൻ്റെ ഷോപ്പുകളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വാങ്ങിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫിഷ് വാങ്ങിക്കാൻ പോവുകയാണ്. ഈവനിങ് ഒരു 5:30 ആയപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. ഇവിടെ അടുത്താണ് ആലപ്പുഴ ബീച്ച്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. സൺസെറ്റിൻ്റെ സമയമായപ്പോഴാട്ടോ നമ്മളവിടെ എത്തിയത്. പിന്നെ അവിടെ നിന്ന് ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും റൂബിക്കൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ബീച്ചിലോട്ട് പോയി കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് നമ്മൾ ബോട്ടിലോട്ട്